ഹലോ കൂട്ടുകാരെ, കമൻസ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ തരാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് എല്ലാ വീഡിയോസിൻ്റെയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാറുള്ളത് അത് പെയ്ഡ് സെഷൻസിനായിട്ട് മാത്രമാണ്. അത് എടുത്ത് പറയാറുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഒരു ടൈമോ ഒന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു വാട്സപ്പിലേക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ജേർണി, ഇതേ ജേർണീനെ കുറിച്ച് പിന്നെയും ഇൻഡിവിജ്വലായിട്ട് ചോദിക്കുന്നവരുണ്ട്. ദയവേ ഇത് മനസ്സിലാക്കുക. ഓൾറെഡി കമൻസ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തി ഞാൻ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇടയ്ക്കൊക്കെ ലൈവിൽ വരാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി കമൻ്റായിട്ട് ചോദിക്കുക. അത് ഒരു ഡിവൈൻലി ഗൈഡഡ് ആയിട്ട് എടുക്കേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത് അതിന് ഉത്തരം തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു കമൻറ്റ് കണ്ടത് ക്വാളിഫിക്കേഷൻ, നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ താഴെയുള്ള ഒരു ജോബ് ചൂസ് ചെയ്യുമ്പോൾ അത് കാർമിക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു സോൾ ജേർണിയിലാണ് അല്ലേ. ട്വിൻ ഫ്ലെയിം ജേർണി ആണെങ്കിൽ സ്പിരിച്വൽ ജേർണി ആണെങ്കിലും സോൾ ജേർണിയിൽ എഗെയിൻ ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ 3D ഐഡൻറ്റിറ്റിയിലുള്ള എനിക്ക് കിട്ടിയിട്ടുള്ള സോ ആൻഡ് സോ ക്വാളിഫിക്കേഷനാണ്. അതായത് ഈ ഒരു ജന്മത്തിൽ ഞാൻ 3Dയിൽ പഠിച്ച കാര്യങ്ങൾക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനെയാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യണമെന്ന് ഒരിക്കലും ഇല്ല. അത് ആദ്യത്തെ കാര്യമാണ്. പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ പർപ്പസ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജോലി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതിനേക്കാളും കുറഞ്ഞ ജോലി ചെയ്യാമോ കാർമിക്കാണോ എന്ന് ചോദിച്ചാൽ, അവിടെ ആ ജോലിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്താണ്, ഒരു സർവൈവൽ മോഡിലാണോ എന്ന് നോക്കുക. അതായത് എനിക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഒരു ജോലി വേണം, അതിന് ഞാൻ ഏതൊരു ജോലിയും ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു 3D ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷനായത്. അതായത് ഒരു ഈഗോ സെൽഫ് എന്ന് നമ്മൾ പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു സർവൈവൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് മീറ്റ് ആകുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആ സർവൈവലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു ജോലിയെ ചൂസ് ചെയ്യുകയാണോ എന്നുള്ളതാണ്. അതല്ല, ഇനി നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ആ ജോലി, അതായത് ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ചെയ്യാവുന്നതാണ്. അത് കാർമിക് ആകില്ല. അതായത് ഏതൊരു കാര്യത്തെയും, അതിപ്പം ജോലി എന്നല്ല, റിലേഷൻഷിപ്സ് ആയാലും ഈവൻ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഇന്നർ ഹാപ്പിനെസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് 3D ഐഡൻറ്റിറ്റിനേക്കാളും ബിയോണ്ടായിട്ട് നമ്മൾക്കുള്ള പാത്താണെന്നാണ് അതിൻ്റെ മീനിങ്. എന്നാൽ ഒരു സർവൈവൽ മോഡിലാണെങ്കിൽ അത് പിന്നെയും ഒരു കർമ്മ തന്നെയാണ്. പിന്നെ അവിടുന്ന് ലെസൺസ് പഠിക്കേണ്ടി വരും, അതൊരു കാർമികമായിട്ട് മാറും. അപ്പോൾ ആ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണ് ആ ജോലിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ് ഇവിടെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം കണ്ടത്, അതായത് ഒരു വലിയ ചോദ്യമാണ്, അതിനെ ഒന്ന് ഷോർട്ടായിട്ട് പറയാം. ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മസ്കുലൈനെ തേടുന്ന ഒരു ഇന്നർ ചൈൽഡ് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു ഇന്നർ ചൈൽഡിനെ എങ്ങനെ ഹീലാക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്നും എങ്ങനെ പുറത്ത് കടക്കാമെന്നുള്ളതാണ് ചോദ്യം. സോ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ മനസ്സിലാക്കുക, നമ്മളുടെ ഉള്ളിലുള്ള യിങ് ആൻഡ് യാങ്ങിനെ ബാലൻസ് ചെയ്യണം. നമ്മളുടെ ഇന്നർ ഫെമിനൈനെ നമ്മൾ ഡിവൈൻ എനർജിയിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ഇന്നർ മസ്കുലൈനെയും കൂടെ നമ്മൾ ആ ഒരു ഡിവിനിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ജേർണിയിൽ ഇന്നർ ബാലൻസിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഉള്ളിലൊരു ഇന്നർ ചൈൽഡ് എപ്പോഴും ഒരു ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മസ്കുലൈനെ തേടുന്നത് നമ്മൾ ഹീലിംഗ് പ്രോസസ്സിൽ വരുമ്പോൾ, നമ്മൾ ആ ഒരു ഡിവിനിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമാണ്. ഇവിടെ നമ്മളിലുള്ള വൂണ്ട്സ് അല്ലെങ്കിൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്, ആദ്യത്തേത് അബാൻമെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും, രണ്ടാമത്തേത് ഫാദർ വൂണ്ട് ആയിരിക്കും. അതായത് നമ്മുടെ ലൈഫിൽ മേ ബി ചൈൽഡ്ഹുഡ് തൊട്ട് ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെയിൽ ഫിഗർ കാണില്ല. അതിപ്പം ഫാദർ ആവാം, ബ്രദർ ആവാം, മെറ്റേണൽ അങ്കിൾസ്, അതായത് അമ്മാവന്മാരാവാം, ചിറ്റപ്പന്മാരാവാം, വലിയച്ഛന്മാരാവാം. നമ്മളുടെ ആ ഒരു സർക്കിളിലുള്ള എൽഡർ ആയിട്ടുള്ള മെയിൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് അടക്കം നമുക്ക് മേ ബി ഇമോഷണലി അവൈലബിൾ അല്ലാത്തപ്പം അവിടെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. മൈൻഡ് സെറ്റ് ഇൻ ദ സെൻസ്, അവിടെ എഗെയിൻ നമ്മൾ അതൊരു
സൊസൈറ്റി കണ്ടീഷനിങ് ആണ്. അതായത് നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന ഒരാൾ, ഒരു മെയിൽ ഫിഗർ വെളിയിൽ നിന്ന് വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇത് എഗെയിൻ ഒരു ബിലീഫ് സിസ്റ്റമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ആ ഒരു വൂണ്ട്, അബാൻമെൻറ്റ് ഇഷ്യൂസ് ആവാം, ഫാദർ വൂണ്ട് ഇഷ്യൂസ് ആവാം, അതിലൂടെ നമ്മൾ വെളിയിൽ നിന്ന് ഒരാളെ തേടുന്ന പ്രവണത അത് നമ്മളുടെ കുഞ്ഞിലേ തൊട്ടേ, അതായത് നാളെ എൻ്റെ മേ ബി എനിക്കൊരു പാർട്ട്ണർ വരുമ്പോൾ, എനിക്കൊരു ഹസ്ബൻഡ് വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു വൈഫ് വരുമ്പോൾ അവരെന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും, ഒരു കെയറിങ് ആയിരിക്കും, ഇമോഷണലി അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ മറ്റൊരാളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഉള്ളിൽ ആ ഒരു അബാൻമെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്, നമ്മളുടെ എനർജിയിൽ ആ ഒരു പുഷ് ആൻഡ് പുൾ ഡൈനമിക്സ് ഉണ്ട്. എപ്പോഴും അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പം നമ്മളെപ്പോഴും ഇൻസെക്യൂർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കും. ഇതിപ്പം കാർമിക് ആണോ, സോൾമേറ്റ് ആണോ, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ആണോ എന്നുള്ളത് മാറ്റി വെക്കും, ആ ടാഗ് ലൈൻ മാറ്റി വെക്കും. നമ്മളുടെ ഇന്നർ മസ്കുലൈൻ വൂണ്ടഡ് ആകുമ്പോൾ ഉള്ള ഒരു സിനാരിയോ ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ വെളിയിൽ വരണമെങ്കിൽ, അതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മളെ മിറർ ചെയ്ത് കാണിക്കുന്നത് മാക്സിമം ജേർണീസിലുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അബാൻമെൻറ്റ് ഇഷ്യൂസും ഫാദർ വൂണ്ടുമായിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ കാര്യം, ആ ഒരു ഇന്നർ ചൈൽഡിന്, ആ ഒരു ഫെമിനൈൻ എനർജിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ഇന്നർ മസ്കുലൈൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇന്നർ മസ്കുലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ലോജിക്കൽ പാർട്ട്, നമ്മുടെ ഉള്ളിലുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഡിസിഷൻ എടുക്കുന്ന ഒരു പാർട്ട്, നമ്മൾക്ക് 3Dയിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതിനെ ഗ്രൗണ്ട് ചെയ്യുന്ന പാർട്ട്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് തോന്നുവാണെങ്കിൽ, മേ ബി ഒരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം കൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നില്ലെങ്കിൽ അതിലേക്ക് ഓക്കെ എനിക്കിത് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് കുറച്ചൊന്ന് കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ നമ്മളുടെ ഇന്നർ മസ്കുലൈൻ ആക്ടിവേറ്റ് ആയി. അതേപോലെ തന്നെ ഇമോഷണലി നമ്മൾക്ക് ഒരു ഇംബാലൻസ് വരുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളിൽ വരുമ്പോൾ അത് ഇമോഷണലി അവൈലബിൾ ആയ നമ്മളുടെ ഇന്നർ മസ്കുലൈനായി. ഓക്കെ, അപ്പോൾ ഇത് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇൻക്ലൂഡ് ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ഫാദർ വൂണ്ടിനെ നമ്മൾ ഹീൽ ചെയ്യുക. ഫാദർ വൂണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മസ്കുലൈൻ എനർജീസിനും അതുവരെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫോർഗീവ്നെസ് കൊടുത്തിരിക്കണം, ഇൻക്ലൂഡിങ് നമ്മുടെ ട്വിൻ ഫ്ലെയിം. അടുത്തതായിട്ട് സെൽഫ് ഫോർഗീവ്നെസ്. ആദ്യം സെൽഫ് ഫോർഗീവ്നെസ് ആണ് ചെയ്യേണ്ടത്, രണ്ടാമത് ഫാദർ വൂണ്ട്, മൂന്നാമത് വന്നിട്ട് അബാൻമെൻറ്റ് ഇഷ്യൂസ് ക്ലിയർ ചെയ്യുക. ഈ അബാൻമെൻറ്റ് ഇഷ്യൂസാണ് മേജർലി നമ്മൾ ആ ഒരു എന്താ പറയുന്നത് വെളിയിലേക്ക്, അതായത് ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജിയിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ചേസ് ചെയ്യാൻ തുടങ്ങാനായിട്ടുള്ള ഒരു റീസൺ, ഇൻസെക്യൂറായിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് അതായത് ഇവിടെ അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഓവർ ഗിവിങ്ങിലേക്ക് പോകും, ഇനിയൊരു ഷാഡോ സെൽഫ്. സോ ഇതിൻ്റെയൊക്കെ കോർ റീസൺ എന്ന് പറയുന്നത് അബാൻമെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കും. സോളിറ്റ്യൂഡിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക, അബാൻമെൻറ്റ് ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാനായിട്ട്. ജേർണലിങ് ചെയ്യുക. എവിടെയൊക്കെയാണ് ഞാൻ ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയത് അവിടെയൊക്കെ ആ ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മളിൽ കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്ത് പതിയെ 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 നമ്മളുടെ ആ ഒരു ഇന്നർ മസ്കുലൈനെ നമ്മൾ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആ ഒരു ഇമോഷണലി ഒരാൾ എക്സ്റ്റേണലി അവൈലബിൾ ആവണമെന്നുള്ള ഒരു ഡിസയറിനെ നമ്മൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മുടെ ലൈഫിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിം 3Dയിൽ നമ്മളുടെ ലൈഫിൽ പിന്നെയും പ്രത്യക്ഷപ്പെടത്തുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത് കാർമിക് ക്ലിയറൻസ് ചെയ്യാതെ മേ ബി മെഡിറ്റേഷൻ ആയിരിക്കാം ഉദ്ദേശിച്ചത്, 7 ചക്ര മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ഈ ജേർണിയിൽ മതിയോ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള റീസൺ, ഒത്തിരി കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ വരുമ്പോഴും ഒരു പെർട്ടിക്കുലർ ഗുരുവിൻ്റെ അടുത്ത് ഞങ്ങളൊരു പെർട്ടിക്കുലർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിപ്പോൾ ഞങ്ങൾക്ക് സെറ്റാവുന്നില്ല, ഇപ്പം ഞങ്ങൾക്കത് ചെയ്യാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്ന കുറേയധികം സെഷൻസ് വരാറുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല, അത് നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ ആ ഒരു പെർട്ടിക്കുലർ ഭാഗം വരയ്ക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഓഫ് കോഴ്സ് ഇതൊരു സോൾ അവേക്കനിങ് ജേർണിയാണ്, സെൽഫ് റിയലൈസേഷൻ്റെ ജേർണി ആണെങ്കിൽ കൂടെ ഇതിൽ കുറേയധികം കാര്യങ്ങൾ, കുറേയധികം ഹീലിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഹൈലി സ്പിരിച്വൽ ജേർണി ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ കാര്യം നമ്മൾ എനർജറ്റിക്കലി കർമ്മ ക്ലിയറൻസ് ചെയ്യണം. അതായത് പലരും നമ്മൾ പറയുമ്പോൾ കേൾക്കുമ്പം നമ്മൾ വിചാരിക്കുമ്പം പറയുന്ന ഒരു കാര്യം, എൻ്റെ ലൈഫിൽ നിന്നും കാർമിക്ക് പോയി എന്ന് പറയും. പക്ഷേ
കാർമിക് പോകുക എന്ന് പറയുന്നത് 3Dയിൽ മാത്രമല്ല, നമ്മുടെ എനർജറ്റിക് ലെവലിൽ ആ ഒരു എൻടാങ്കിൾഡ് ആയിട്ട് കിടക്കുന്ന എത്രത്തോളം കോഡ്സ് ഉണ്ടോ അതൊക്കെയും പോകണം. അപ്പോൾ പറഞ്ഞു വന്നത്, നമുക്ക് തീർച്ചയായിട്ടും ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള ഒരു ഹീലിംഗ് ഇന്നർ വർക്കിലേക്ക് വരണം. കാരണം ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജേർണിയാണ്, അത്ര തന്നെ കർമാസിനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ജേർണിയുമാണ്. ഓക്കെ, അപ്പോൾ കാർമിക് ക്ലിയറൻസ് മെഡിറ്റേഷനും 7 ചക്ര മാത്രമല്ല, ഇന്നർ വർക്കിൽ കുറേയധികം മറ്റു കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത്, പണ്ട് ഹൊറർ മൂവീസ് കണ്ടിരുന്ന ആ ഒരു ഫിയർ മേ ബി ഇപ്പോൾ വരുന്നുണ്ട്, അത് എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ള ഒരു കണ്ടൻറ്റാണ് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും മനസ്സിലായത്. അപ്പോൾ നമ്മൾ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ക്ലെൻസിങ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജറ്റിക് വേയിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എനർജീനെ ക്ലെൻസ് ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരു ഹാർഡ് ഡിസ്കിൽ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് സർഫേസിൽ വരും. അതിപ്പം കുഞ്ഞിലത്തെ ആവാം, പാസ്റ്റ് ലൈഫിലെ ആവാം. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ ഒരു ഫിയർ, ആ ഒരു കുഞ്ഞ്, അതായത് ഫോർ എക്സാമ്പിൾ പണ്ടെന്ന് പറഞ്ഞു, മേ ബി ആ ഒരു ഏജ് ഗ്രൂപ്പ് 10-ാം വയസ്സിലായിരിക്കാം, 12-ാം വയസ്സിലായിരിക്കാം, അവിടേക്ക് കണക്റ്റ് ആവുക, മെഡിറ്റേഷനിലിരിക്കുക, ആ ഒരു കുഞ്ഞിലേക്ക് കണക്റ്റ് ആവുക. ആ ഒരു കുഞ്ഞു വേർഷനിൽ പേടിച്ച് ഒരു സെക്കൻഡിൽ ഷോക്ക് കിട്ടി അവിടേക്ക് എന്താ പറയുന്നത്, മരവിച്ച് പോയ ഒരു വേർഷൻ നിങ്ങളിൽ കിടപ്പുണ്ട്. ആ ഒരു കുഞ്ഞിന് അവിടെ അൺകണ്ടീഷണൽ ലവ് കൊടുക്കുക. അവിടെ ആ പേടി കൊണ്ട് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസിനെ ഫീലാകുക, ഹാർട്ട് ചക്ര ത്രൂ ലെറ്റ് ഗോ ചെയ്യുക, ആ കുഞ്ഞിനെ നിങ്ങളിലേക്ക് മേർജ് ചെയ്യുക. ഇതാണ് നമ്മൾ അവിടെ ഈ ഒരു പേടിയിൽ നിന്നല്ല, ഏതൊരു ലോവർ വെർഷനെ ഹീൽ ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഇത് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവത്തില്ല, കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ ക്ലെൻസ് ആവുന്നുള്ളൂ. അപ്പം ക്ലെൻസിങ് ആണ് നടക്കുന്നത്, അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഇത് ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നത്, ജേർണലിംഗ് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്, അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ജേർണലിംഗ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് കത്തിച്ച് കളയാവുന്നതാണ്, സൂക്ഷിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളവർ. കാരണം ഇമ്മീഡിയറ്റ്ലി കത്തിച്ച് കളയുക. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇത് സൂക്ഷിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മൈൻഡിൽ കിടക്കുമ്പോൾ, ആ ഒരു മൈൻഡ് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ട്രോമേനെ വെളിയിൽ കൊണ്ടുവരത്തില്ല. അതായത് ഒരു സോ ആൻഡ് സോ പേഴ്സണെ കുറിച്ച് എൻ്റെ ഉള്ളിൽ ഒരു കാര്യങ്ങൾ കിടപ്പുണ്ട്, ഒരു ബ്ലേമിങ് എനർജി ആണെങ്കിൽ അത് എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമിങ്, അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്ന, ഓക്കെ ഞാനിത് എഴുതിയിട്ട് കത്തിച്ച് കളയുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കോൺഷ്യസ് മൈൻഡ് ത്രൂ കണക്റ്റായിട്ട് അവിടെ എത്രത്തോളം കാര്യങ്ങളുണ്ടോ അത്രയും സോൾ ലെവലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് അതിനെ റിലീസ് ചെയ്ത് കത്തിച്ച് കളയാൻ അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റും. സോ സൂക്ഷിക്കാൻ, ജേർണലിംഗ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റാത്തവർക്ക് കത്തിച്ച് കളയാവുന്നതാണ്. ഓൺലി തിങ്, അത് കത്തിച്ച് കളയുന്നതിന് മുമ്പ് പിന്നെയും വായിക്കുകയോ ഒന്നും ചെയ്യരുത്. ഐ റിലീസ് ഓൾ ദ എനർജീസ് റിലേറ്റഡ് ടു ദിസ്, അതായിരിക്കണം ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നത്. താങ്ക് യു സോ മച്ച്. ഇതല്ലാതെ ആകാശിക് ബുക്ക് റെക്കോർഡ്സിൻ്റെ ലെവൽ 1 ആൻഡ് റേക്കി ലെവൽ 1 ആൻഡ് DNA ഹീലിങ്ങിൻ്റെ 3 ഡേയ്സിൻ്റെ ഒരു ഹീലിംഗ് സെഷൻസ്, ഇത് 3ഉം ഈ ഒരു മാസം 17th തൊട്ട് മുമ്പോട്ട് തുടങ്ങുന്നുണ്ട്. പോസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് സെഷൻസിന്, കൗൺസിലിംഗ് സെഷൻസിനാവാം, ഹീലിംഗ് സെഷൻസിനാവാം, റേക്കി ഹീലിംഗ് സെഷൻസിനാവാം, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആവാം, മണി റേക്കി ഹീലിങ്ങിനാവാം, ഒക്കെയും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.